KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത ആ തീരുമാനത്തിൻ്റെ കഥ. അങ്ങനെ സുധാകരനെ മാറ്റാനെടുത്ത ആ തീരുമാനം കേരളത്തിലെ യുവാക്കളായ കോൺഗ്രസ് പ്രവർത്തകരുടെതിൽ എങ്ങനെ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിൻ്റെ വല്ലാത്തൊരു കഥ. കേരളത്തിനെ ആകെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഊർജ്ജസ്വലനായിട്ടുള്ള നേതാവായിരുന്ന ശ്രീ കെ സുധാകരനെ പെട്ടെന്നൊരു ദിവസം മാറ്റിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത ആ തീരുമാനം വല്ലാത്തൊരു കഥയാണ്. ഒരു നേരെ ചൊവ്വയെ ചിന്തിക്കുന്ന നല്ല ബുദ്ധിയല്ല. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ശ്രീ കെ സുധാകരനെ മാറ്റാനുള്ള ഒരു കാരണമായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം തന്നെയാണ്. അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിലും പാർട്ടി ഹൈക്കമാൻഡിന് ആ കാര്യം ബോധ്യപ്പെട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാ എന്നെ മാറ്റിയത്? എന്നെ പ്രസിഡന്റ് ആക്കിയാണ് നിർത്തിയാൽ പോരെ? അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കി എന്നുള്ളതാണ്. അത് ഇവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് സാധാരണഗതിയിൽ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതാണ്. ആദ്യ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വടംവലിയാണ് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടാനുണ്ടായ കാരണമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. സതീശനെ മാറ്റണം എനിക്കെന്ത് കാര്യം? ഒരു കാര്യമില്ല. സതീശനും ഞാനും തമ്മിൽ യാതൊരു തർക്കങ്ങളോ ഇല്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് ശ്രീ കെ സുധാകരനുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസം ഈ തീരുമാനത്തിന് പിന്നിൽ ഒരു പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെയധികം പ്രശ്നമാണ്. ആരോ ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതുണ്ട്, പക്ഷെ എനിക്ക് അത് വ്യക്തി ആരാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് നാഷണൽ ലീഡർഷിപ്പിൻ്റെ ഒട്ടി നിൽക്കുന്ന ആളുകളാണ്. ABCD, EFG, HIJK, LMN, PKOC, UWW, XYZ ഗ്രൂപ്പുകളെ ഒരു പരിധിവരെ തടുത്തു നിർത്താൻ സാധിച്ച ശക്തനായ ഒരു KPCC പ്രസിഡന്റിനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ വേളയിൽ മാറ്റിയത് കോൺഗ്രസിനകത്ത് നടക്കുന്ന പഠനപ്പിണക്കങ്ങളുടെയും മറ്റും ഒരു വല്ലാത്തൊരു കഥയാണ്. നമ്മളെ പൊതുവായി നമ്മളെ മനുഷ്യ സ്വഭാവം അതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും മറ്റും എടുക്കുന്ന തീരുമാനങ്ങളെന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഊർജ്ജത്തെയും അഭിമാനത്തെയും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയായിട്ട് ഇതിനെ കാണേണ്ടി വരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും വർഷം നടക്കാനിരിക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത ഇത്തരം ഒരു തീരുമാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരുന്നതാണ്.